ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്ഹുൽ മുബീൻ 32ാമത്തെ സൂറത്ത്. വഅമ്മാ തൗജീഹു മൻഇഹി അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്. ഈ ഇൻഷാ അല്ലാഹ് പറയാൻ പാടില്ല എന്നതിനുള്ള തൗജീഹ് അന്ന തെറുക്കഹു, ആ ഇൻഷാ അല്ലാഹ് എന്നതിനെ ഉപേക്ഷിക്കല്, അബ്അദു അത് ഏറ്റവും എന്താണ് ദൂരത്താക്കുന്നതാണ്, അനിത്തുഹമ്മത്തി തെറ്റിദ്ധാരണയെ തൊട്ട്. എന്തുകൊണ്ടുള്ള തെറ്റിദ്ധാരണ? അദ്മിൽ ജസ്മി ബിഹി ഫിൽ ഹാൽ അല്ലദീ ഹുവ കുഫ്റുൻ. ഈ സന്ദർഭത്തിൽ എന്താണ് ഈമാൻ കൊണ്ട് ഉറപ്പില്ല എന്നതുകൊണ്ട് തെറ്റിദ്ധാരണ വരും. അപ്പൊ ഈ സന്ദർഭത്തിൽ ഈമാൻ ഇല്ല എന്ന ഉറപ്പ്, അപ്പൊ ഈമാൻ കൊണ്ട് ഉറപ്പില്ല എന്നുള്ള കുഫറാണല്ലോ. അങ്ങനെ വരുന്നൊരു സംഗതി ഇവിടെ വരും, തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് അന മുഅ്മിനുൻ ഹഖൻ എന്ന് പറഞ്ഞ് നിർത്തലാണ്. ഇൻഷാ അല്ലാഹ് പറയരുത് എന്നാ. മാത്രമല്ല ഒബി തഖ്ദീരി അന്നൗ ഖസദ വൈറ തഅലീഖ്, ഇൻഷാ അല്ലാഹ് എന്നതുകൊണ്ട് തഅലീഖ് അല്ലാത്തത് അവൻ കരുതി എന്നൊരു സങ്കല്പം കൊണ്ടും തെറ്റിദ്ധാരണയൊക്കെ വരും. അപ്പൊ അതിനകറ്റാൻ നല്ലത് ഇൻഷാ അല്ലാഹ് ഒഴിവാക്കലാണ്. ഇപ്പൊ റുബ്ബമഅ്താദത്ത് നഫ്സുഹു തറദ്ദുദ ഫിൽ ഈമാനി, ചിലപ്പോൾ അവന്റെ മനസ്സ് ഈമാനിൽ തറദ്ദുദിനെ പതിവാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പതിവാക്കിക്കൊണ്ടിരിക്കുന്നു പറയാൻ കാരണം ലികസ്റത്തി ഇശ്ആരിൻ നഫ്സി ബിവാസിയത്വാത്തിൽ ഇസ്തിസ്നാഇ. ഇവിടെ ഇസ്തിസ്ന ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ ഇസ്തിസ്ന വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഇസ്തിസ്നാഇന്റെ ഒരു മാധ്യമം ഉണ്ടാവും. ആ ഒരു മാധ്യമം കൊണ്ട് മനസ്സിങ്ങനെ അധികരിക്കുക എന്നുള്ളത് അറിയിക്കാൻ അധികരിച്ച് വരും. ആ എന്തുകൊണ്ടാണ്? ബിതറദ്ദുദിഹ ബിസുബൂത്തിൽ ഈമാനി വസ്തിംറാരിഹി, ഈമാൻ നിലനിർത്തിയാവുക, ഈമാൻ സ്ഥിരപ്പെടുക എന്നതിൽ ഇതിങ്ങനെ തറദ്ദുദായിക്കൊണ്ടേയിരിക്കും. ആ ഒരു തറദ്ദുദ് വരൽ കൊണ്ട് ഇവിടെ ഇസ്തിസ്ന ചെയ്യുന്നൊരു മാധ്യമം വരും. അത്തരൊരു മാധ്യമം ഉണ്ടായി തീർന്നാൽ മനസ്സത് അറിയിക്കുക അധികമായി വരും ചെയ്യും. അപ്പൊ പിന്നെ ഈമാൻ തറദ്ദുദ് ഇങ്ങനെ പതിവാക്കിക്കൊണ്ടേയിരിക്കുന്ന ഇതാണിപ്പോ ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റാത്തത്. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ഇങ്ങനെ തെറ്റിദ്ധാരണയും പല സുയിപ്പും അതേറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയാൽ പ്രശ്നം തീർന്നല്ലോ എന്ന് പറയണം. ശരി, എന്നപ്പോ ജവാബും ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്നോല് അതിന് പറ്റുന്ന മറുപടി അന്നകുലാത്തുഹമ്മത്ത മഅൽ ഖറാഇന ഖത്ഇയ്യത്തി ബിൻതിഫാഇഹ. ഇവിടെ തുഹമ്മത്ത് ഇല്ല, തെറ്റിദ്ധാരണയില്ല എന്നതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ ഉള്ളതോടുകൂടെ പിന്നെന്ത് തെറ്റിദ്ധാരണ എവിടെയാണ്? അപ്പൊ ഇൻഷാ അല്ലാഹ് പറയാലോ എന്നായി. പിന്നെ അയ്ദൻ വീണ്ടും പറയാൻ മറുപടി ഇഷ്ആറുൽ ലഫ്ളി ബിമാ മറ. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ആ പദം അറിയിക്കുന്നത് ഇന്നമാ ഹുവ ബിന്നദ്രി തഅലീഖി. അങ്ങനെ വരുമ്പോ അത് തഅലീഖ് കൊള്ള നോക്കുമ്പോഴേ ഉള്ളൂ ഇപ്പൊ ഇഷ്ആറിന്റെ പ്രശ്നം വരുന്നുള്ളൂ. വലൈസൽ കലാമു ഫീഹി, വാസ്തവത്തിൽ തഅലീഖിന്റെ കാര്യത്തിൽ സംസാരം ഇവിടെ ഇല്ലല്ലോ. ആ ഇല്ലാന്ന് പറയാൻ കാരണം ഇതിൽ പറഞ്ഞു ഇവിടെ സങ്കല്പം അന്നഹു ഇന്നമാ ഖസദ തബറുക ലിമാ മറ. മുമ്പ് പറഞ്ഞത് വേണ്ടി ഓൻ തബറുക്കിനെ കരുതിയേ ഉള്ളു ഇവിടെ. ആ പ്രശ്നം തീർന്നല്ലോ. എന്തോടുകൂടെ അല അന്നഹു ലോ ഫറള അല്ലെങ്കിൽ ലോ ഫുരില സങ്കല്പിക്കപ്പെട്ടു. എന്താ സങ്കല്പം? അന്നഹു അത്ലഖ, ഇൻഷാ അല്ലാഹ് ഇത്ലാഖാക്കി പറഞ്ഞു. ഫലൻ യഖ്സുദ തഅലീഖൻ വലാ തബറുക്കൻ. അവിടെ ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ തബറുക്ക് എന്നോ തഅലീഖ് എന്നോ കരുതിയിട്ടില്ല എന്ന് സങ്കല്പിക്കപ്പെടുകയാണെങ്കിൽ ഫല്ലദി യദ്ഹറു, അവിടെ മനസ്സിലാണ് എന്താണ് അന്നഹുല്ല ഇസ്മ അലൈഹി അയ്ദൻ. തബറുക്കിനെ കരുതിയിട്ട് പറഞ്ഞ കുറ്റമില്ലാത്തതുപോലെ രണ്ടും കരുതാതെ പറഞ്ഞാലും കുറ്റമില്ല എന്നല്ലേ ലാഹിർ എന്ന സങ്കല്പത്തോടു കൂടെ തന്നെ നമുക്കിവിടെ പറയാം. അവിടെ തഅലീഖിനെ കുറിച്ചല്ല ചർച്ച, തബറുക്കിലാണ് പറഞ്ഞത് വെക്കാലോ. കാരണം അന്നൽ ഫർള അന്നഹു ജാസിമുൻ ബിൽ ഈമാനി ഫിൽ ഹാലി,
ഈ പറയുന്ന വ്യക്തി അപ്പോൾ തന്നെ ഈമാനുണ്ട് എന്നൊരു ഉറപ്പുള്ള ആളാണ്. അങ്ങനെ സങ്കല്പം. പിന്നെ ഈഹാമു ലഫ്ലിഹി, ആ ലഫ്ല് ഊഹിക്കുന്നത് തദ്ബഹു, ആ ഊഹനയെ തടുക്കുന്നുണ്ടല്ലോ ഖറാഇനു അഹ്വാലിഹി, അയാളുടെ ആ സന്ദർഭത്തിലുള്ള ദലീലുകളൊക്കെ അയാൾ ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ അയാൾക്ക് ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അയാൾക്ക് ഈമാൻ എന്ന് ഉറപ്പുണ്ട് അവിടെ. അപ്പൊ ആ തുഹമ്മത്തും പോകുന്നുണ്ട്, അവിടെ ഈമാൻ ഉറപ്പുണ്ട്. എന്നിട്ട് ഇയാൾ പറയുമ്പോ തബറുക്ക് എന്ന് കരുതിയ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ അതുകൊണ്ടൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ തൂമത്തൊന്നുമില്ല. അപ്പൊ തൂമത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും മനസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ആയിക്കോട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഇൻഷാ അല്ലാഹ് പറയാം ഈ നിലക്ക്. അറാബിഅത്തു, ഇനി നാലാമതായി ബന്ധപ്പെട്ട കാര്യം അൽ ഈമാനു ബാഖിൻ ഹുക്മൻ ശർഇയ്യൻ, ശർഅ പ്രകാരം തന്നെ വിധിയുടെ നോക്കുമ്പോ ശർഅ നൽകും, വിധി നൽകും, ഈമാൻ അവശേഷിക്കുന്നതാണ്. എന്തോടുകൂടെ? മഅന്നൗമി, ഉറക്കോടുകൂടെ, വൽ വഫലത്തി, അശ്രദ്ധയോടുകൂടെ, വൽ ഗിമായി, ബോധക്ഷയം, വൽ ജുനൂനി, ഭ്രാന്ത്, വൽ മൗത്തി, മരണം. ഇതൊക്കെ ഉണ്ടെങ്കിലും ശർഅ പ്രകാരവും വിധിപരമായിട്ട് നോക്കിയാൽ ഈമാൻ ഉണ്ട് എന്ന് തന്നെയാണ് നാലാമത്തെ പറയാനുള്ളത്. വൈൻ ലാദത്ത് തസ്ദീഖ വൽ മഅരിഫത, ഈ പറയപ്പെട്ട കാര്യങ്ങൾ തസ്ദീഖാക്കുക മഅരിഫത്ത് എന്നതിന്റെ എതിരാണല്ലോ. എന്നിരുന്നാലും അയാൾക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയാം. വനദീറു ദാലിക, അതുപോലെ തന്നെ ആണല്ലോ ബഖാഉനായി നിക്കാഹ്, നിക്കാഹ് പോലെയുള്ളത് സംശയിക്കുക. വസായിൽ ഉഖൂദി ബി ആദിൽ അഹ്വാലി, ഇടപാടെല്ലാം കഴിഞ്ഞു, ഒക്കെ ശരിയായി കഴിഞ്ഞു. അതിന്റെ ശേഷം ഒരാൾ ഉറങ്ങി, അല്ലെങ്കിൽ അശ്രദ്ധവാനായി, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടായി, ഭ്രാന്തായി, മരിച്ചു. ഇതായതുകൊണ്ടൊക്കെ നിക്കാഹ് ബന്ധം മുറിയുമോ? ഇല്ലല്ലോ, ആ കുഴപ്പമൊന്നും ഇവിടല്ലോ എന്നതുപോലെ തന്നെ അല്ലേ അത്. അപ്പൊ ഈ നിലയിലൊക്കെ ഈമാനികമായുള്ള ബന്ധത്തിന്റെ ചർച്ച കഴിഞ്ഞു. ഇനി റസൂലുള്ളാഹിയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ കാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ, അൽ ഇഹ്സാൻ എന്താണ്, അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നെ നബി എന്ന് പറഞ്ഞത്. അപ്പൊ അൽ ഇഹ്സാൻ അലിഫ് ലാം എന്താണ് അത് ചർച്ച ചെയ്യുന്നുണ്ട്. അൽ ഇഹ്സാനിലെ അല്ല് ഫീഹി ലിൽ അഹദി ദിഹ്നിയിൽ മദ്കൂരി ഫിൽ ആയാത്തിൽ കസീറ, അധിക ആയത്തുകളും പറയപ്പെട്ടതായ ഒരു ദിഹ്നിയായ ആയതിനുള്ളതാണ് ഈ അലിഫ് ലാം. ആയത്തിൽ ഒരുപാട് കാണും. അവിടത്തേക്ക് മനസ്സിൽ, അതായത് ഹൃദയത്തിൽ അറിയപ്പെട്ടതിനുള്ള അലിഫ് ലാമാണത്. അപ്പൊ ജിൻസിനോ ഇഷ്തിറാഖിനൊന്നും അല്ല. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്ത്, അൽ ഹുസ്ന, അവിടുത്തെ അലിഫ് ലാം അഹദിനാണ്. വഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, ഇതൊക്കെ എന്തിനുള്ളതാണ്? അഹദു ദിഹ്നിയായ അലിഫ് ലാമാണ്. അതുപോലെ അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞിടത്ത് ഹദീസിൽ പറഞ്ഞ അലിഫ് ലാം ദിഹ്നിയായ അഹദിനുള്ളതാണ്. ഫലമ്മ കസുറ തകററുഹു, അപ്പൊ അതിങ്ങനെ ആവർത്തിക്കൽ അധികമായപ്പോൾ, വഅലുമ സവാബുഹു, ഈ ഇഹ്സാൻ ഇങ്ങനെ ആവർത്തിച്ചുണ്ടാവും, അതിന്റെ കൂലി വണ്ണമാവും ചെയ്തപ്പോൾ, സഅല അൻഹു ജിബ്രീലു, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇഹ്സാനെ കുറിച്ച് ചോദിച്ചു. എന്തിനാണ് ചോദിക്കുന്നത്? ലിയുഅല്ലിമഹും, സദസ്സിലുള്ള അല്ലെങ്കിൽ ലോകർക്ക് പഠിപ്പിക്കാൻ വേണ്ടി, ബി അലീമി സവാബി വ കമാൽ റിഫഅതിഹി, ഈ ഇഹ്സാന്റെ സ്ഥാനം ഉയർന്നതാണെന്നും അതിന് വലിയ കൂലി ഉണ്ട് എന്നും ഒക്കെ അറിയിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാം ഇതിനെക്കുറിച്ച് നബിയോട് ചോദ്യം ചെയ്തത്. അപ്പൊ അൽ ഇഹ്സാൻ അലിഫ് ലാം അഹദു ദിഹ്നിയാന്ന് മനസ്സിലായി, പഠിപ്പിക്കാനാണ് ചോദിച്ചത്. തിരിഞ്ഞു, വലിയ കൂലി അതിനുണ്ടെന്ന് തിരിഞ്ഞു. ഇനി ഹുവ മസ്തൗ അഹ്സൻതു കദാ വബി കദാ, ഇത് അഹ്സൻതു വ കമൽതു എന്ന് പറയുമ്പോൾ അഹ്സൻത കദാ വബി കദാ, ഇന്നാൽ ഇന്നതിൽ ഇന്നാൽ ഇന്നത് നീ ഗുണം ചെയ്തു, അപ്പോ നീ ഗുണം ചെയ്തു കഴിഞ്ഞാൽ, നീ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് പറയും. അങ്ങനെ പറയുന്ന ഒരു ഫീലിന്റെ മസ്തറാണ് ഇഹ്സാൻ. മുതഅദ്ദിയൻ ബി ഹംസത്തിൻ മിൻ ഹസന, ഹസന എന്ന ലാസിമായ ഫീലിൽ നിന്ന് ഹംസയെ തലക്ക കൊടുത്ത് മുതഅദ്ദിയാക്കി കൊണ്ടുവന്ന അഹ്സൻതു, ആ അഹ്സൻത എന്നതിന്റെ മസ്തറാണ് ഇഹ്സാൻ. ഇനി ബി അറഫിൽ ജർറി, ജറിന്റെ അറഫ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മുതഅദ്ദിയാക്കാം. ഏതുപോലെ? കഅഹ്സൻത ഇലൈഹി, അഹ്സൻത എന്നുള്ളിടത്ത് ഇലൈഹി എന്ന് കൊടുത്തു പറഞ്ഞില്ലേ?
അപ്പൊ അതിനെന്ത് ചെയ്യാ, ജറിന്റെ അറിവ് കടത്തിയിട്ടും പറയാം. ഇതാ ഫഅൽത മഅഹു മാ യുഹ്സിനു ഫിഅലഹു, ഒരു കർമ്മത്തെ നന്നാക്കുന്ന രീതിയിലൊരു കാര്യം അതോടുകൂടെ നീ ചെയ്താൽ, അവന്റെ കൂടെ നീ നല്ലൊരു കാര്യം ചെയ്തു, അങ്ങനെ ചെയ്താൽ എന്ന് പറയും, നീ അവരിലേക്ക് ഗുണം ചെയ്തു എന്ന് പറയും. അപ്പൊ അങ്ങനെ ജറിന്റെ അറിവ് കടത്തിയിട്ടും പറയാം, അറിവ് കടത്താതെ മുത്താദ്ദിയാക്കാൻ രണ്ട് നിലക്കുണ്ട്. അങ്ങനെ രണ്ട് നിലക്കും വന്നാലും ഒൽ മുറാദ് ഹുനാൽ അവ്വലു, ഹംസ കൊണ്ട് മുത്തഅദ്ദിയാക്കിയിട്ട് വന്ന മുത്തഅദ്ദിയ ഫീലാണ് എന്ന് വെക്കലാണ് ഉദ്ദേശം. ഇത് ഹാസിലുഹു, ഈ ഇഹ്സാന്റെ ടോട്ടൽ എന്താ വരിക, റാജിഉൻ ഇലാ ഇത്ഖാറിൽ ഇബാദാതി ബി അദാഇഹ അലാ വജീഹിൽ മഅ്മൂരി, അല്ലാഹുവിൻ റസൂലും കൽപ്പിച്ച, അതാണ് ശറഅ് ആജ്ഞാപിച്ചതായിരിക്കുന്ന റൂട്ടിലൂടെ ആ ഇബാദത്തുകളെ വീട്ടിക്കൊണ്ട് ആ കർമ്മങ്ങളൊക്കെ എന്താക്കുക, ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിക്കുക എന്നതിലേക്കാണ് ഈ ഇഹ്സാന്റെ മടക്കം. എന്തോടുകൂടെ റിആയത്തി ഹുഖൂഖില്ലാഹി തആല ഫീഹ, ഇബാദത്തിൽ അല്ലാഹു തആലയുള്ള കടമകൾ എന്തൊക്കെയാണ് സൂക്ഷിക്കുന്നു, മുറാഖബത്തി അല്ലാഹു തആലയുമായി അവൻ നിരീക്ഷിക്കുന്നു, വസ്തിഹ്ലാരി അലമത്തിഹി വജലാലിഹി, അല്ലാഹു തആലാന്റെ ജലാൽ എന്ന് പറയുന്ന സിഫത്തും അലമത്ത് എന്ന് പറയുന്ന സിഫത്തും ജലാലിയത്തും സിഫത്തും ദാത്തും, അത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടുന്ന അലമത്തും ജലാലിയത്തും ഇത് സന്നിഹിതമാക്കലോടുകൂടെ ആണ് ഈ പറഞ്ഞ രൂപത്തിൽ ഇബാദത്തൊക്കെ പ്രവർത്തീകരിക്കുക. അങ്ങനെ ഇബാദത്തിനെ ഉറപ്പിക്കുക എന്നതിലേക്ക് അടുപ്പിക്കുന്നതാണ്, മടക്കുന്നതാണ് ഇത്. ഇബ്തിദാഉം വസ്തിംറാറൻ, ആരംഭത്തിലും അതുപോലെ തന്നെ നിലകൃതിയിലും വരുന്ന സംഗതിയാണ് ആകത്തുക പറഞ്ഞാൽ ഇഹ്സാൻ. അപ്പൊ നമ്മുടെയൊക്കെ ഇബാദത്തിൽ ഇഹ്സാൻ വേണം. ആ ഇഹ്സാനാണ് ഈ പറയുന്നത്. വഹുവ അലാ ഖിസ്മൈനി, രണ്ട് ഓഹരിയുടെ മേലിൽ വരും ഇഹ്സാൻ. അഹദുഹുമ, അർത്ഥം വെക്കാൻ എളുപ്പമാണ്, ഗുണം ചെയ്യണേ എന്ന് പറയാം. പക്ഷെ ഈ ഇഹ്സാന്റെ ആയത്തിൽ പഠിക്കുമ്പോഴാണ് ഇഹ്സാൻ എന്താണെന്നറിയാം. അതിൽ ഒന്നാമത്തേത് വാലിബുൻ അലൈഹി മുശാഹത്തിൽ അത്തു, അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് അവന്റെ മേലിൽ മികച്ചു നിൽക്കുന്നത്. അവൻ ഇഹ്സാൻ ചെയ്ത് വരുമ്പോ എന്തായി, ഇവന്റെ മേലിൽ മികച്ചു നിൽക്കുന്നത് അള്ളാഹുമായുള്ള ഹുദൂറാണ്. ആ ഹുദൂർ മികച്ചു വരുമ്പോൾ അങ്ങനത്തെ ഒരു ഇനം ഇഹ്സാനുണ്ട്. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന് ഉദാഹരണം പറയാം. മുശാഹത്തിൽ അത്തു വാലിബാവുന്നതിന്റെ ഉദാഹരണം നബി തങ്ങൾ പറഞ്ഞതുപോലെ, അൻ തഅ്ബുദല്ലാഹ, നീ അള്ളാഹ് ആരാധിക്കുക. അപ്പൊ അവിടെ ഇടക്കൊന്ന് പറയേണ്ടതുണ്ട്, തഅ്ബുദ എന്ന് തീരുന്ന പേര് എന്തെന്ന് വന്നതാ, പിന്നെ അബദ. അബദ എന്നതിലെ മുള്ളാരി അഫീര തഅ്ബുദ. അബദന്റെ അർത്ഥം എന്താണ്, അത്വാഅ എന്നാണ് അർത്ഥം. ഇനി തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം, അത്തനസുഖ്, ആരാധന. ഒൽ ഉബൂദിയത്തു, ഉബൂദിയത്ത് എന്ന് പറയുമ്പോ ആരാധന ചെയ്യുന്ന അടിമയെ മാറുക. അതെന്തായിരിക്കും, അൽ ഖുളൂഉ വസില്ലു, നിസ്സാരക്കാരനായി വിനയാനിതനായി നിൽക്കുക ഉബൂദിയത്ത്. അപ്പൊ ഉബൂദിയത്തും തഅബ്ബുദും കൂടി നടത്തുന്ന ഒരർത്ഥമാണ് അൻ തഅബ്ബുദല്ലാഹ്. അപ്പൊ നീ അബ്ദാണ് എന്ന നിലക്ക് ഖുളൂഉം വില്ലും ഉണ്ടായിട്ട് നിന്നിന്ന് ഇബാദത്ത് ഉണ്ടാവണം. ഏതുപോലെയായിരിക്കണം നീ അള്ളാഹ്ക്ക് ആരാധിക്കേണ്ടത്, അന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണും പ്രകാരത്തിൽ. അപ്പൊ നേരെ മുന്നിൽ നിന്റെ സാന്നിധ്യത്തിൽ അള്ളയുണ്ട്. ആ അള്ളാഹിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യുന്നത് പോലെ ഇബാദത്ത് ചെയ്യണമെന്നായി. ഇതൊരു തരം രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ ഇഹ്സാനായിട്ട് അവിടെ മുശാഹത്തുൽ ഹഖുണ്ട്. വഹാദ, ഈ പറഞ്ഞത് അൻതഅബ്ദു അല്ലാഹക അന്നക തറാഹു എന്ന് പറയുന്നത് മിൻ ജവാമിൽ കലിമി, എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള പദമാണ്. എല്ലാവരും ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണ് ഇബാദത്ത് വേണ്ടത് എന്നായി. കാരണം ലി അന്നഹു ജമാ, നിശ്ചയമായിട്ടും ജമാ എന്നുള്ളത് മഅ വിജാസത്തിഹി, അത് അതിന്റെ വിജാസത്തോടു കൂടി തന്നെ, അത് വിട്ടുകിടക്കലോടുകൂടി തന്നെ ജമാ എന്നുള്ളത് ബയാന മുറാഖബത്തിൽ അബ്ദി റബ്ബഹു ഫി ഇത്മാമിൽ ഖുളൂഇ വൽ ഖുശൂഇ വഗൈരിഹിമാ ഫി ജമീൽ അഹ്വാലി, എല്ലാ സന്ദർഭങ്ങളിലും ഭക്തി, അതുപോലെ തന്നെ വിനയം, താഴ്മ, അതല്ലാത്ത മറ്റേതെല്ലാം കാര്യങ്ങളുണ്ട് അവ പൂർത്തീകരിക്കുന്നതിനൊക്കെ ഒരടിമ തന്റെ റബ്ബിനെ നിരീക്ഷണം നടത്തുക. ആ ഒരു നിരീക്ഷണത്തിനുള്ള ബയാനാണല്ലോ ജമാ. വൽ ഇഖ്ലാസി, ഇഖ്ലാസിനെയും ബയാൻ ചെയ്യലാണല്ലോ. ലഹു, അവൻ ഇഖ്ലാസ് ഉണ്ട് എന്ന്. ഫീ ജമീൽ അഹ്വാലി, എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ കർമ്മങ്ങളിലും അവൻ ഇഖ്ലാസ് ഉണ്ട്.
വൽ ഹസ്സ അലൈഹിമ, അങ്ങനെ ഇഖ്ലാസ് വേണം, അതോടുകൂടി തന്നെ ഖുളൂഅൊക്കെ വേണം എന്നിവ രണ്ടെണ്ണത്തിന്റെ മേലിലും മുറാഖബൽ ഇഖ്ലാസും ഹസ്സും അല്ലെ, അതാണ്. അപ്പൊ ഹസ്സ്, മുറാഖബ, ഇഖ്ലാസ് ഇത് രണ്ടിന്റെയും മേൽ പ്രേരിപ്പിക്കുന്നു. എന്ത്? ജമാ എന്നുള്ളത് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നതെല്ലാം വന്നതുകൊണ്ടാണ് ജാമ്യമായ കലാമായത് എല്ലാം ഉൾപ്പെടുത്തുന്നത് പറയാൻ കാരണം. മഅബയാനി സബബിഹിമ അൽ ഹാമില അലൈഹിമ, ഈ പറയുന്ന മുറാഖബത്തും ഇഖ്ലാസും അത് രണ്ടിന്റെ മേലും പ്രേരിപ്പിക്കുന്ന അത് രണ്ട് കാരണങ്ങളുണ്ട്. ആ രണ്ട് കാരണങ്ങളെ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന മുറാഖബയും ഇഖ്ലാസിന്റെ മേൽ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ അമലുകളും ഇഖ്ലാസ് ഉണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും ഈ പറയുന്ന ഖുളൂ ഖുശൂഅ് പൂർത്തീകരിക്കുക, റബ്ബിനെ നിരീക്ഷണം എന്നിവ ബയാൻ ചെയ്യലാണ് ജമാ. അതുകൊണ്ടാണ് ജാമിൽ കലിമായതിന് ഒന്നും കുറവില്ല. എന്തുകൊണ്ട്? ലിമുലാഹദത്തി അന്നഹു ലൗ ഖുദ്ദിറ അന്ന അഹദൻ ഖാമ ഫീ ഇബാദത്തിൻ, ഒരു ഇബാദത്തിൽ ഒരാൾ നിന്നു, അയാൾ നിന്നു എന്ന് സങ്കല്പിക്കുക, ഇപ്പോൾ നിസ്കാരത്തിലാണ്. എത്തരത്തിൽ അയാൾ റബ്ബിനെ നേരിട്ട് ഇങ്ങനെ കാണുകയാണ്, ആ നിലയിലാണ് സങ്കല്പിക്കുക. എന്നാൽ ലം യത്റുക് ശൈഅൻ മിമ്മാ യഖ്ദിറു അലൈഹി മിനൽ ഖുളൂഇ വൽ ഖുശൂഇ വഹുസ്നി സുംതി വജ്തിമാഇ ബിളാഹിരി വബാത്തിനി അൽ ഇഅ്തിനാബി ബിതത്മീമിഹ അലാ അഹ്സൽ വുജൂഹിന. അല്ലേ പറഞ്ഞത്? ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭം നേരിട്ട് അള്ളാനെ കാണുന്ന വിധത്തിൽ ഒരു അടിമയെ സങ്കല്പിച്ചു കൊടുക്കുക. എന്നാൽ അള്ളാനെ നേരിട്ട് കാണുന്ന ആ സമയത്ത് ഈ അടിമയുടെ മേൽ കഴിയുന്ന ഭക്തി, വിനയം, നല്ല ഒരു അടക്കം, നല്ലൊരു മൗനം, അതുപോലെ രഹസ്യപരസ്യമായുള്ള സമ്മേളനം, അവ പൂർത്തീകരിക്കുന്നതിൽ നല്ല പരിപൂർണമായ നല്ല രൂപത്തിലുള്ള പരിപൂർണത, ശ്രദ്ധ എന്നിവയൊക്കെ അവരെന്താവും? നിറവേറ്റുമല്ലോ. ഇതൊന്നും ഒഴിവാക്കൂലല്ലോ, ഇല്ല. അങ്ങനെ വെക്കുമ്പോൾ അത് വെക്കുമ്പോൾ പോലെയാണ് ഇപ്പൊ നമ്മൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിന്നാൽ നമ്മൾ നേരെ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്നു എന്നൊരു സംഗതി അവിടെ വേണം. ഇതാണ് ഒന്നാം തരം ഇഹ്സാൻ. അപ്പൊ ഇവിടെ മുശാഹദത്തുൽ ഹഖ് മികച്ചു വരിക, അതാണ് ഇവിടുത്തെ ഇഹ്സാൻ. അതൊരു ഇഹ്സാൻ, ഇത് കിട്ടണം. ഈ ഇഹ്സാൻ ഉള്ളവരാണ് കൈസലായതും. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാൻ, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് പേടിയുണ്ട്. ഇനി നമ്മൾ പോലീസിനെ കണ്ടാൽ എന്താവും? നല്ലോണം പരിപൂർണമായിട്ട് നിയമങ്ങൾ എങ്ങനെയൊക്കെ പരിപാലിക്കാൻ പറ്റുന്നതൊക്കെ നോക്കൂല. എന്തുകൊണ്ടാ? അയാളെ കുറിച്ച് പേടി വന്നു എന്നതുപോലെ നമ്മുടെ സിർത്താവിനെ കുറിച്ച് നമുക്ക് പേടി വരണം. നമ്മൾ അള്ളാഹ് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ ആ രാജാവിന്റെ മുന്നിൽ പരിപൂർണ അതവോടുകൂടി ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വേണ്ടത്. അപ്പൊ ആ രാജാവിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഇങ്ങനെ മികച്ചു വരിക. അങ്ങനെ വരുമ്പോൾ ഈ കർമ്മങ്ങളൊക്കെ റെഡിയായി വരിക, അതൊരു ഇഹ്സാനാണ്. ഈ വസ്താനി ഇഹ്സാനി രണ്ടാമത്തെ ഇനം മൻ, അത് ഒരുത്തനാണ്. ലാ യന്തഹി ഇലാ തിൽക്കൽ ഹാലത്തി, നമ്മൾ ഈ പറഞ്ഞ മുശാഹത്തുൽ ഹഖിന്റെ അവസ്ഥയിലേക്ക് എത്താൻ കഴിയണം നമ്മളെ പോലത്തെ ആളുകൾ. നമ്മളവിടേക്ക് എത്തിയിട്ടില്ലല്ലോ. ലാക്കിൻ എങ്കിലും യഗ്ലിബു അലൈഹി, അയാളുടെ മേലിൽ മികച്ചു വരുന്നുണ്ട്. അന്നൽ ഹഖ സുബ്ഹാനഹു വതആല മുത്തലിഉൻ അലൈഹി വ മുശാഹിദുൻ ലഹു, അല്ലാഹു തആല അവന്റെ മേൽ വെളിപ്പെടുന്നുണ്ട്, അല്ലാഹു തആല അവന് സാന്നിധ്യമാകുന്നുണ്ട് എന്നൊരു കാര്യം അവന്റെ മേലുണ്ട്. അള്ളാഹ് എന്നെ കാണും, അള്ളാഹ് എനിക്ക് സാന്നിധ്യമുണ്ട് എന്നൊരു കാര്യം. നേരെ കുറച്ച് മുശാഹത്തുൽ ഹഖല്ല, അള്ളാഹിന്റെ സാന്നിധ്യം കേൾക്കലല്ല. ഇവിടെ അള്ളാഹിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അവർ ഓർക്കുകയാണ്. അള്ളത് വെളിപ്പെടുന്നുണ്ട്, അള്ളത് കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവൻ മികച്ചു വരും. ഇത് രണ്ടാമത്തെ ഇഹ്സാനാണ്. ഈ ഇഹ്സാനെങ്കിൽ നമുക്ക് വേണം. വഖദ് ബയ്യനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അതിനെ വിശദീകരിച്ചു തന്നു. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹനെ കാണുന്നില്ല എങ്കിൽ അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്, ആ ബോധം നിനക്ക് വേണം. രണ്ട് കലക്കാണ് റസൂലുള്ളാഹി ആ ഹദീസിലെ ഇഹ്സാനെ വിശദീകരിച്ചത്. ആദ്യം പറഞ്ഞത് നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ നീ എന്തുവാണ് ഇബാദത്ത് ചെയ്യുക. ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല, നീ അള്ളാഹനെ കാണുന്നില്ല എങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള
ഒരു ഇഹ്സാനാണ് ഈ ഹദീസിലൂടെ അല്ലാഹു തആല റസൂലിനെ പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെ 2 ഇഹ്സാനുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇഹ്സാൻ ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് കഴിച്ചിലായി, അല്ല കഴിച്ചിലാക്കി തരുമാറാവട്ടെ. മുഷീറൻ ഇല അന്നഹു യംബഇൽ അബ്ദി അൻ യകൂന ഹാലുഹു മഅ ഫർളി അദ്മി ഇയാനി റബ്ബി സുബ്ഹാനഹു വ തആല കഹുവ മഅയാനിഹി. അപ്പോ ഇത് ചൂണ്ടിയത് എടുക്കുക റസൂലുള്ളാഹിന്റെ വാക്ക് ഒരടിമക്ക് അനിവാര്യ ഘടകമാണ്, ഒഴിക്കാൻ പറ്റൂല. എന്ത്? അവന്റെ അവസ്ഥ റബ്ബിനെ അവൻ കാണുന്നില്ല എന്ന സങ്കല്പത്തോടു കൂടി തന്നെ അവന്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം? അല്ലാഹു അവനെ കാണുന്നുണ്ട് എന്നൊരു കൂടിയായിരിക്കണം. അള്ളാനെ അവൻ കാണുന്നില്ലെങ്കിലും അള്ളാനെ അവൻ കാണുന്നില്ല, അള്ളാഹ് അവനെ കാണുന്നുണ്ട് എന്നൊരു ബോധത്തോടു കൂടിയായിരിക്കണം അത്യാവശ്യമാണ് ഈ ഭാഗത്തിൽ. അതും ഖുശൂഅാണ്, ഇഹ്സാനാണ്. കാരണം ഈ അന്നഹു സുബ്ഹാനഹു വ തആല മുത്തലിഉൻ അലൈഹിൽ ഹാലൈനി, 2 ഘട്ടത്തിലും അല്ലാഹു തആല വെളിപ്പെടുന്നുണ്ട്. മുശാഹദത്തുൽ അഖ്ലും, അതുപോലെ കാണുന്ന സന്ദർഭത്തിലും കാണാത്ത സന്ദർഭത്തിലും അല്ലാഹുവിന്റെ ഇത്തിലാ രണ്ടുമുണ്ട്. ഈ 2 സന്ദർഭത്തിലും ഉണ്ട്. കാരണം ഇത് ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത്, അല്ലാഹു തആല ഏത് ശരീരം എന്ത് ചെയ്താലും അതുകൊണ്ട് നിൽക്കുന്നവനാണ്. മുശാഹിദിൻ ലികുല്ലി അഹദിൻ മിൻ ഖൽഖിഹി ഫീ ഹറകതി വ സുകൂനിഹി, ഏത് സൃഷ്ടി ചലിച്ചാലും നിശ്ചലമായാലും അതിലെല്ലാം സൃഷ്ടികളെ കുറിച്ച് ഓരോന്നിനും വേണ്ടതുപോലെ അറിയുന്നതാണ് അല്ലാഹ്. ആദ്യത്തെ അവസ്ഥയിൽ ഒരു നൂനയുടെ മേലിൽ അവൻ മുന്നിടാത്തവനെ പോലെയായി മാറണം. കദാലിക, അതേമാതിരി അവന് യോജിച്ചതല്ല അയ്യുഖദിമ ഹാരിസാനി, 2ാമത്തെ അവസ്ഥയിലും എന്ത് വേണം? പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ന്യൂനതയോടുകൂടി മുന്നിടാൻ പറ്റുമോ? അതും പറ്റൂല. ലിമാ തഖററ, നമ്മൾ ഇവിടുത്തെ കീഴാക്കി പറഞ്ഞ ഒന്നിന് വേണ്ടി. എന്താ? മിൻ ഇസ്തിവാഇഹിമ മിൻ നിസ്ബത്തി ഇലല്ലാഹി തആല വ ഇൽമിഹി വ ശുഹൂദി അലീമി കമാലിഹി വ ബാഹിരി ജലാലിഹി സുബ്ഹാനഹു വ തആല. ആദ്യത്തെ അവസ്ഥയും 2ാമത്തെ അവസ്ഥ, 2 അവസ്ഥയും സമമാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ. അപ്പൊ അല്ലാഹു തആല വെളിപ്പെടുന്നുണ്ട്, അള്ളാഹ് അറിയുന്നുണ്ട്, അള്ളാഹിന്റെ പരിപൂർണ സാന്നിധ്യം അവിടെയുണ്ട്, അല്ലാഹു തആല ജലാലത്ത് വെളിപ്പെടുന്നുണ്ട് എന്നതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മുശാഹദത്തുൽ അഖ്ലും കാണുന്ന സന്ദർഭത്തിലും കാണാത്ത സന്ദർഭത്തിലും ഒരുപോലെയാണ്. വഖദ് നദബ അഹ്ലുൽ ഹഖായിഖി ഇലാ മജാലിസ് സാലിഹീന, ഹക്കിന്റെ അഹലുകാരെ സജ്ജനങ്ങളായ ആളുകളുടെ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെടുകയുണ്ടായി. എന്തിനാ ഹഖായിഖിന്റെ അഹലുകാരൊക്കെ സൽവൃത്തരായ ആളുടെ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടത്? ലിഅന്നഹു ലിഇഹ്തിറാമിഹി ലഹും വഹയാഇഹി മിൻഹും ലാ യഖ്ദുമു അലാ തഖ്സീരിൻ ബിഅദ്റതിഹിം. അവര് അല്ലാഹു തആലയെ ആദരിച്ചു, അവരിൽ നിന്ന് എന്തായി? അല്ലാഹു തആല വേണ്ടതുപോലെ ഹയാ ഉള്ളവരുമാണ്. അവരെ കുറിച്ചുള്ള ഹയാ ഉണ്ട്, ഇഹ്തിറാമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താവൂല? അവരുടെ സാന്നിധ്യത്തിൽ വരുന്ന ഒരു വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ മേലിൽ ഹഖായിഖിന്റെ അഹലുകാർ എന്താവുകയില്ല. അങ്ങനെയാണ് ഈ ഹക്കിന്റെ അഹലുകാര് ഈ പറയുന്ന മജാലിസ് സാലിഹീങ്ങളെ ആദരിക്കുന്നുണ്ട്. മജാലിസ് സാലിഹീങ്ങളായ അഥവാ സാലിഹീങ്ങളുടെ സദസ്സ, അവരെ തൊട്ട് ഇവർക്ക് ഈ അഹ്ലുൽ ഹഖായിഖിന് എന്തുണ്ട്? നാണവുമുണ്ട്. അങ്ങനെ വരുമ്പോ അവരുടെ ഹളറത്തിൽ ഒരു ന്യൂനതയും വരുത്താതെ അവർക്ക് പോകുള്ളൂ. നേരെ മറിച്ച് ഹളറത്തിൽ ഒരു ന്യൂനതയും വരുത്താൻ അതനുസരിച്ച് വരികയില്ല. അന്നൽ അബ്ദ, അടിമ, യംബഇ, അത്യാവശ്യമാം അടിമക്ക് അൻ യകൂന ബി ഇബാദത്തി റബ്ബിഹി, അവൻ അവന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അവൻ ആവൽ കളഈഫിൻ ബൈന യദി ജബ്ബാരിൻ, വളരെയധികം അടക്കി വാഴുന്ന രാജാവിന്റെ മുന്നിലുള്ള ദുർബലനെ പോലെ ആയിരിക്കണം. അള്ളാന്റെ മുന്നിൽ അത്ര ഒരു നിസ്സാരക്കാരനായിട്ടാണോ ഇബാദത്ത് ചെയ്യുന്ന ആളായിരിക്കണം എന്നതിലേക്കും എന്താണ് ഹക്കിന്റെ അഹലുകാരെ ക്ഷണിക്കപ്പെടുത്തുന്നുണ്ട്. ഫഇന്നഹു ഇലൈഹി യതഹറ, അങ്ങനെ വരുമ്പോൾ അവൻ എന്താകും? സൂക്ഷിക്കും. അല്ലാ യസ്തുറ മിന്നു സൂഉ അദബി ബിവജിൻ, ഒരു വിധേനയും ഒരപമര്യാദ
അവയിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കും. ഇത്രയും ഭക്തിയോടുകൂടിയായിരിക്കണം ഇബാദത്ത്. സുമ്മ ഹാദാനിൽ ഹാലാനി, പിന്നെ നമ്മൾ ഈ പറഞ്ഞ രണ്ടവസ്ഥയും കുമാ സംറത്ത മാരിഫത്തില്ലായി വഖസിയത്തി സുബ്ഹാനഹു വതആല, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, ഇത് രണ്ടിനാലും കിട്ടുന്ന ഫലമാണ് ഈ രണ്ടവസ്ഥ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് അറിയും വേണം, പേടി വേണം, അപ്പോൾ ഈ രണ്ടവസ്ഥ കിട്ടുകയുള്ളൂ. അബ്ബറ ബിഹ അനിൽ അമലി, അതുകൊണ്ടാണല്ലോ എന്തായത് അള്ളാഹുവിന്റെ റസൂൽ ഹദീസിൽ അമല് പറയേണ്ടടുത്ത് ഈ പറയുന്ന സ്തംഭത്ത് കൊണ്ടാണ് ഇബാറത്ത്. എവിടെ അന്തക്ഷല്ലാക്ക അന്നക തറാഹു, നീ അള്ളാനെ കാണും പ്രകാരത്തിൽ നീ അള്ളാനെ ഭയപ്പെടണമെന്നാണ്. അവിടെ വാസ്തവത്തിൽ എന്താ വേണ്ടത്? അമല് ചെയ്യണമെന്നാണ്. ആ അമല് എന്താണ് അവിടെ കിട്ടുന്നൊരു സമ്പത്ത്. അപ്പൊ അവിടെ എന്താ സമ്പത്ത് വരേണ്ടത്? അമലാണ് ഇപ്പോൾ സമ്പത്ത് ഉണ്ടാവുന്നത്. മജാദൻ, അത് മജാദായിട്ടാണ് അമല് പറയേണ്ടടുത്ത് അന്തക്ഷ എന്ന് പറഞ്ഞത്. അപ്പൊ സമ്പത്താണത്. എന്തിനെ തൊട്ട്? അനിൽ മുസബബി ബിസ്ബിസ്സബബി, സബബിന്റെ പേരാണ് ഖുസൂ. ആ ഖുസൂവിന്റെ പേരിട്ടെടുത്തു മുസബബായ അമലിന്. അങ്ങനെ മജാദ് ഉപയോഗിച്ചതാണത്. അപ്പൊ സബബ് ഏതാണ്? ഖശിയത്താണ്. മുസബബ് ഏതാണ്? ഇബാദത്താണ്. അതാണ് കാരണം. അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവുക എന്തിന്റെ കാരണമാണ്? ഇബാദത്തുള്ള കാരണം. ഇബാദത്ത് ഉണ്ടാവുമ്പോഴല്ലേ ഈ പേടി ഖുശൂ ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത്. ഖീല, പറയപ്പെടുന്നുണ്ട്, വയംബഗി, അത്യാവശ്യമാകും, അയ്യക്കൂനൽ ജവാബു, മറുപടിയാവല്, ഖദിന്ദ ഖൗലി തറാഹു, തറാഹു എന്ന് പറഞ്ഞതോടുകൂടി അവിടുത്തെ ജവാബ് കഴിഞ്ഞു. അങ്ങനെയും ആവാം. പമാബാദു, അത് കഴിഞ്ഞിട്ട് ശേഷമുള്ളത് മുസ്തഅനഫുൻ, അത് വേറൊരു ജുംലയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഈ അന്നൽ അവല, ആദ്യം പറഞ്ഞത് മിൻ ജിൻസി മഖ്ദൂർ അബ്ദി, അടിമക്ക് കഴിവുള്ള വർഗത്തിൽപ്പെട്ട സംഗതി പറഞ്ഞതാ. എന്തുകൊണ്ട്? ജവാസി അൻ യൂജദ അല്ലാ യൂജദ, അത് എത്തിക്കപ്പെടാം എത്തിക്കപ്പെടാതിരിക്കാം എന്നതായതുകൊണ്ട്. ഈ ഖിലാഫി സാനി, രണ്ടാമത്തതിനെതിരായിട്ട്. കാരണം ഫൈനു സുബ്ഹാനഹു വതആല, അല്ലാഹു തആല യറൽ കായിനാത്തിൻ ജുംലത്തം തഫ്സീലൻ ദവാമി എന്നും തഫ്സീലായിട്ടും പൊതുവായിട്ടും സൃഷ്ടിജാലങ്ങൾ അല്ല കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ലാ യശുദ്ദു അൻ നദരി ശൈഉ ബി വഖ്തിൽ ഔഖാത്തി, സമയങ്ങളിൽ ഒരു സമയത്തും ഒന്നും അള്ളാഹിന്റെ നോട്ടത്തെ തൊട്ട് അള്ളാഹ്ക്ക് എന്താവുന്നില്ല, ശക്തമായി വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ നിലപാട് വെച്ച് നോക്കുമ്പോ എന്തായി? തറാഹു എന്ന് പറഞ്ഞോട് കഴിഞ്ഞു അല്ലെ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹുനായി. പിന്നെ പറഞ്ഞത് എന്തല്ല, ഫഇല്ലം തകുൻ തറ വേറെയാണ് എന്നാ പറഞ്ഞത്. ജവാബഹു, അതിനുള്ള മറുപടി, യുഅലമു മിമ്മാ ഖറർതു ബി മഅനാഹു, അതിന്റെ അർത്ഥത്തിൽ ഞാൻ തക്രീറാക്കി പറഞ്ഞ ഒന്നുണ്ട്. ആ തക്രീറിൽ നിന്ന് അറിയപ്പെടും. ആ തക്രീർ എന്തിനാലാണ്? മിൻ അന്നൽ മത്ലൂബ ബിഹി, ഈ പറയുന്ന രണ്ടാമത്തത് കൊണ്ടുള്ള തേട്ടം, ഇസ്തിഹ്ലാറു അന്നഹു ബൈന യദയിൽ ഹഖി ബിമർഇയ്യിൻ മിന്നു വമസ്മഇൻ, കേൾക്കപ്പെടുന്നതിന്റെയും കാണപ്പെടുന്നതിന്റെയും സ്ഥാനത്ത് അങ്ങനെയാണ് അള്ളാന്റെ മുന്നിൽ അവൻ എന്ന് ഹാജരാക്കാതെ രണ്ടാമത്തേത്. എന്തിന്? ലിയക്സിബഹു ദാലിക ഗായത്തുൽ കമാൽ ബി ഇബാദത്തിഹി, അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തിൽ പരിപൂർണതയുടെ അങ്ങേയറ്റത്തെ അത് അവനുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കരുതണം. പിന്നെ അവന്റെ പതിവുകളെ തൊട്ട് തിരിഞ്ഞു കളയലിനെയും അതുണ്ടാക്കി കൊടുക്കും. അതിന് വേണമെങ്കിൽ എന്ത് വേണം? ഞാൻ അള്ളാഹിന്റെ മുന്നിലാണ് ഇപ്പോ, അള്ളാഹിനെ കാണുന്നു കേൾക്കുന്നു, അങ്ങനെ ഹുദൂർ മനസ്സിൽ വേണം. വസ്തുദാനിക്ക, അങ്ങനെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ആ ഹുദൂർ ഉണ്ടാക്കല് മഖ്ദൂറുൽ അബ്ദി, അത് അടിമക്ക് കഴിയുന്നതാണല്ലോ. അപ്പൊ മുക്മിലുഹു, അത് അവർക്ക് പൂർത്തീകരണം നൽകുന്നതുമാണല്ലോ. അതുണ്ടായപ്പോ ഇപ്പൊ കൊല്ലുവി, അപ്പൊ അതുകൊണ്ട് തക്ലീഫ് ചെയ്തു. പിന്നെ വലാ യൽസമു മിൻ നദിരില്ലാഹി സുബ്ഹാനഹു വതആല അൽ അബ്ദി വഅഹ്വാലിഹി, അടിമയുടെയും അടിമയുടെ അവസ്ഥകളിലേക്കും അള്ളാഹു താൻ നോക്കുന്നുണ്ട്.
ആ നോക്കുക എന്നതിനാൽ ലാജിമല്ലല്ലോ. എന്ത് അന്നൽ അബ്ദ യസ്തഅദുദാലിക, അടിമ അവന്റെ മനസ്സിന്റെ അകത്തളത്തിൽ അത് സാന്നിധ്യമാക്കുക എന്ന് ലാജിമാകുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ ചിന്തിക്കുമ്പോ ലഹറ അന്നഹുമിൻ തത്തിമത്തിൽ ജവാബി, അപ്പൊ ഈ പറഞ്ഞതും മറുപടിയുടെ പൂർത്തീകരണത്തിൽ പെട്ടതാണെന്ന് വെളിവായില്ലേ. അന്നഹുലൈസ അമ്രം മുസ്തഗ്നഫൻ, അത് വേറൊരു തല ഉടങ്ങുന്ന ജുംല അല്ലല്ലോ എന്ന് മനസ്സിലായല്ലോ. വൈൻ തതാബഅനാതിൽക്കൽ മഖാലത്തി ജമാഅത്തു മിന ശുറാഹി, ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇതേ അഭിപ്രായത്തിന് മേൽ തുടർന്നു പോയിട്ടുണ്ട് എങ്കിലും സംഗതിയിൽ അതെന്താണ്? ജവാബിന്റെ തത്തിമത്തിൽ പെട്ടതാണ് എന്നായി. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ തുടങ്ങാം.